കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 11 ഗജവീരന്മാർ അണിനിരന്ന ആനയൂട്ട് നടന്നു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ദേവസ്വവും കിടങ്ങൂർ ആനപ്രേമി സംഘവും ചേർന്നാണ് ആനയൂട്ട് നടത്തിയത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമവും പ്രത്യക്ഷ ഗജപൂജയും ആനയൂട്ടുമാണ് നടന്നത്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ദേവസ്വവും കിടങ്ങൂർ ആനപ്രേമി സംഘവും ചേർന്നാണ് ആനയൂട്ട് നടത്തിയത്. VK വിനോദ് നമ്പൂതിരി, വടവാന മന ഇല്ലം, ശ്രീജിത്ത് നമ്പൂതിരി, ഓണിയപ്പുലത്തിലം എന്നിവർ പ്രത്യക്ഷ ഗണപതി പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തലയെടുപ്പുള്ള 11 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയത് ആനപ്രേമികൾക്ക് കൗതുക കാഴ്ചയായി. രാവിലെ 8-ന് ഗജപൂജയ്ക്ക് ശേഷം വിവരണത്തോടെ ഗജവീരന്മാരെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് ഇറക്കി. കാലത്തിന്റെ പോലും ശാന്തമായി ശാന്തസ്വരൂപിണിയായി മധ്യകേരളത്തിന്റെ കുടികൊള്ളുന്ന ഗജമനോഹരി പുതുമയാർന്ന വേദികളിലേക്ക് ലക്ഷ്മി മലയാളക്കരയിലേക്ക് വലതുകാലം വെച്ച് വന്ന ഗജതാരകം തന്റെ സാരഥിമാർ ശ്രീരാഗേന്ദ്രയും ശരത്തിന്റെയും കൈകൾ പിടിച്ച് ഗജസേനയുടെ വാരണങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന വശ്യസുന്ദര ഭൂമിയിൽ പിറവികൊണ്ട് മലയാളക്കരയുടെ മാനം കീഴടക്കിയവൻ കാലമായി തന്നെ വഴി നയിക്കുന്ന സാരഥി അനൂപിന്റെ മഹാദേവൻ മലയാള നാടിന്റെ വീരന്മാർ പിറവികൊണ്ട നിലമ്പൂർ കാടിന്റെ വഴിതെട്ടി ആവേശത്തിന്റെ പ്രജാപതിയായ അവതാരം കൊണ്ടവൻ തനത് സൗന്ദര്യത്തിന്റെയും മികച്ച ലക്ഷണം പറഞ്ഞ ഗജനായകന്മാരെ അണിനിരത്തി ആനയൂട്ട് ഒരുക്കുന്ന കിടങ്ങൂർ ആനപ്രേമി സംഘത്തിന്റെ അഭിമാനമായി കോർഡിനേഷൻ കമ്മിറ്റിയോടൊപ്പം ഇവിടെ അണിനിരത്തുകയായി കളഭകേസരി നെല്ലിക്കാട്ട് മഹാദേവ. 8:30-ന് ആനയൂട്ടിന് തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് നടന്ന യോഗം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മാനേജർ NB ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പുതുമന, പഞ്ചായത്ത് അംഗം ദീപ സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. i4A ന്യൂസ് പാല.